പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോൾ പല കുട്ടികളുടെ സംശയമാണ്, സാർ ഞാൻ പ്ലസ് വൺ പ്ലസ് ടുയുടെ സിലബസ് ഒക്കെ കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഡെയിലി എത്ര സമയം പഠിക്കണം? 1 മണിക്കൂർ പഠിച്ചാൽ മതിയോ എല്ലാ ദിവസവും? 2 മണിക്കൂറാണ്, 3 മണിക്കൂർ, 4-5 മണിക്കൂർ വരെ പോകും. ഏതാണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടത്? ഏത് പഠിച്ചാലാണ്, ഏതിൽ ഞാൻ എത്ര പഠിച്ചാലാണ് എനിക്ക് 90% കിട്ടുക? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്. പല കുട്ടികളും തെറ്റിദ്ധാരണയാണ്. അതായത് 2 മണിക്കൂർ എല്ലാ ദിവസം പഠിച്ചാൽ 90% കിട്ടും, അല്ലെങ്കിൽ 4 മണിക്കൂർ എല്ലാ ദിവസം പഠിച്ചാൽ കിട്ടും. ആൻസർ എന്താണ്? നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നുള്ള കാര്യം വെച്ചിട്ട് നമുക്ക് മാർക്ക് എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യം വെച്ച് നമുക്ക് മാർക്ക് പറയാൻ പറ്റും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും അങ്ങോട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്യാം. അതെങ്ങനെ സാർ ചൂസ് ചെയ്യാം? എടാ, നിങ്ങൾക്ക് 1 മണിക്കൂർ പറ്റുമെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ ചൂസ് ചെയ്യും. അതേ പറ്റുള്ളൂ എങ്കിൽ 2 മണിക്കൂർ നിങ്ങൾക്ക് എല്ലാ ദിവസം പറ്റുമെന്ന് തോന്നുകയാണ്, അത് ചൂസ് ചെയ്യും. എന്നിട്ട് ആക്ച്വലി നിങ്ങൾ പഠിച്ച് തുടങ്ങുക. ആക്ച്വലി നിങ്ങൾ അത് പ്രകാരം നിങ്ങൾ പഠിച്ചു കൊടുക്കും. എല്ലാ ദിവസവും 2 മണിക്കൂർ ഞാൻ ചൂസ് ചെയ്യും. ഞാൻ 2 മണിക്കൂർ എല്ലാ ദിവസം പഠിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കറക്റ്റ് സമയത്ത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാമിനറിൻ്റെ ഉയര ബാച്ചിൽ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തതിന് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഏത് ചാപ്റ്റർ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എടുത്ത് തീർക്കുമെന്നും അത് നിങ്ങളെ മിനിമം എപ്പോൾ തീർക്കണം എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതേ ഡെയിലി 2 മണിക്കൂർ പഠിച്ചിട്ട് സിലബസ് കൃത്യസമയം തീർക്കേണ്ട സാധനം കൃത്യമായിട്ട് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കുക. ഫോർ എക്സാമ്പിൾ 2 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങി വരികയാണ്. പക്ഷേ മെല്ലെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2-3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ പഠിച്ചാൽ തീരുന്നില്ല. അപ്പോൾ ടെൻഷനായി, തീരുന്നില്ല, സിലബസ് തീരുന്നില്ല, ഞാൻ പഠിച്ച് എത്തുന്നില്ല, എക്സാമിനർ ലൈവ് ക്ലാസ് സ്പീഡിൽ പോകുന്നു, ഞാൻ പഠിക്കുന്നില്ല, അതെന്ത് സ്പീഡാണ്. അപ്പോൾ പിന്നെ കുറ്റം പറയാനൊക്കെ തുടങ്ങും. അത് സ്പീഡിൽ പഠിപ്പിക്കുന്ന എന്തിനാ, മെല്ലെ പഠിപ്പിച്ചാൽ പോരെ നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രശ്നം എവിടെ ഇരിക്കുന്നത്? ഈ ചോയ്സിലാണ്. ചോയ്സ് നിങ്ങൾ മാറ്റി തുടങ്ങണം. മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ 2 മണിക്കൂർ നിങ്ങൾ 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറിലേക്ക് ആക്കിയാൽ തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. നിങ്ങളത് ആക്കുകയും വേണം. നേരെ മറിച്ച് വേറൊരു കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ 2 മണിക്കൂർ പഠിച്ചിട്ട് ആ കുട്ടിക്ക് സിലബസ് ഈസിയായിട്ട് തീർക്കാം. അങ്ങനത്തെ കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ആൾക്കാരും ഒരു കാര്യം പഠിക്കാനെടുക്കുന്ന സമയം സെയിം അല്ല. പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ. ഫുട്ബോൾ നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും ഫുട്ബോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിച്ചാൽ എല്ലാവരും ഒരുപോലെയാണ് അടിപൊളിയാവുക? അല്ല, ഓരോൾക്കാർ ഓരോപോലെ. ചിലർ പെട്ടെന്ന് പഠിക്കും. ഒരു ക്ലാസ് റൂമിൽ എല്ലാവരും എടുത്തിട്ട് ചെസ് പഠിപ്പിക്കാൻ പറ്റും. എല്ലാ ദിവസവും 1 മണിക്കൂർ ചെസ്സിന് ട്രെയിനിങ് കൊടുത്തു എല്ലാവരും ഒരേപോലെയാണ് അടിപൊളിയാവുക? അല്ല, ഓരോ ആൾക്കാർക്ക് എല്ലാവരും ബെറ്റർ ആവും. പക്ഷെ എല്ലാവരും ഒരേപോലെ ബെറ്റർ ആവും? ഇല്ല, ചില ആൾക്കാർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ചിലർക്ക് മെല്ലെ എടുക്കും. എന്നാൽ അതേ കുട്ടികളെ പിടിച്ച് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ എല്ലാ ദിവസവും ഡാൻസിന് ട്രെയിനിങ് കൊടുത്താൽ വേറെ കുട്ടികളായിരിക്കും അടിപൊളിയാവാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഓരോ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ഓരോ ആൾക്കാരും ഓരോ സമയമായിരിക്കും എടുക്കുക. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ പഠിക്കാൻ പറ്റുമോ? പറ്റും. ടൈം നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ട്രയൽ ആൻഡ് എറർ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പരീക്ഷയുടെ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പരീക്ഷയുടെ ആകുമ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചാലും ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് സത്യം. 5 മണിക്കൂർ പഠിച്ചാലും 6 മണിക്കൂർ പഠിച്ചാലും ഒന്നും വലിയ ഡിഫറൻസ് ഉണ്ടാക്കില്ല. ഒരു 2% മാർക്കിൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാക്കും മാക്സ് ടു മാക്സ്. പക്ഷെ ഇപ്പം നിങ്ങൾ തീരുമാനിച്ചാൽ ശരിക്കും ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾക്ക് തോന്നുകയാണ് 2 മണിക്കൂറൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങി, അതിൻ്റെ ആവശ്യം പോലും ഇല്ലാന്ന് തോന്നുകയാണ്, നിങ്ങൾ ടൈം വേണം കുറച്ച് വന്നിട്ട് എൻജോയ് യുവർ ലൈഫ്. പക്ഷെ മിക്ക സമയത്തും പ്രാക്ടിക്കലി ആവാറില്ല. കാരണം ഒരു 2 മണിക്കൂർ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ വേണ്ടി വരും മിക്ക ആൾക്കാർക്കും. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ ലോജിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ബാക്കിയുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. അലക്സാറിനോട് ചോദിക്കുക 2 മണിക്കൂറാണോ, അത് മറ്റേ മിസ്സിനോട് ചോദിക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇയാൾ പറഞ്ഞു 2 മണിക്കൂർ പഠിക്കേണ്ട, 1/2 മണിക്കൂർ പഠിച്ചാൽ അതൊക്കെ പറയും. അതൊക്കെ നിങ്ങളിങ്ങനെ വിശ്വസിച്ച് നിങ്ങളിങ്ങനെ പൊട്ടന്മാരായിരിക്കും. റിയാലിറ്റി മനസ്സിലാക്കുക. ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാണ് കാര്യങ്ങൾ. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ സമയം നിങ്ങൾ കണ്ടെത്തുക. അത് ഇന്ന് മുതൽ ചെയ്യാൻ നിങ്ങൾ തുടങ്ങുക. റെഡിയാണ്, റെഡി സാർന്ന് വേണേൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കിട്ടോ. ലോജിക്ക് മനസ്സിലായല്ലോ, നീ പണി ചെയ്യും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.